ഹ്യൂമൻ സൈക്കോളജിയാണ് അഡ്വർടൈസിങ്ങിൽ ഉപയോഗിക്കേണ്ടത്. അതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇമോഷണൽ കണക്ഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ സൈക്കോളജി പഠിക്കണം. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെ? ഡിസിഷൻ മേക്കിങ്ങിനെ. സൈക്കോളജി വെച്ചിട്ടാണ് നമ്മൾ ഒരു ആഡ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ അത് ശരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. മൂന്നാമത്തത്, അവർ മനസ്സിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, അല്ലേ? പിന്നെ ഉള്ളത് റീടെൻഷനാണ്, അല്ലെ റീകോൾ. ആ കസ്റ്റമർ ഒരു റിപ്പീറ്റിംഗ് കസ്റ്റമർ ആയിരിക്കും. ആ സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ. അത് നമ്മുടെ ആഡ് കണ്ടത് മുതൽ സാധനങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ഉപയോഗപ്പെടുത്തിയിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് വരെ ഒരു സൈക്കോളജിയുടെ ഭാഗമാണ്. നമുക്കെല്ലാവർക്കും അത് ഇഷ്ടമല്ലേ? അതേപോലെയാണ് ഇതും. പിന്നെ പലരും പറയുകയാണെങ്കിൽ ഇതൊരു ചീറ്റിംഗ് അല്ലേ എന്നുള്ളത്. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മാനിപ്പുലേഷൻ. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ മൈൻഡ്, ദർ ടേസ്റ്റ്, സ്പീക്കിംഗ് ദർ ലാംഗ്വേജ്. അങ്ങനെ കുറേ സംഗതികളുണ്ട് ഇതിൽ. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജി മസ്റ്റായിട്ടും അഡ്വർടൈസിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, ഉപയോഗിക്കേണ്ട ഒരു മാർഗം തന്നെയാണ്.